എല്ലാവർക്കും PK ലിറിക്സിന്റെ സമാനപദം സീരീസിലെ 4ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ബാക്കി 3 ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ കൂടി കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ നോക്കുന്ന ആദ്യത്തെ സമാനപദമാണ് ആഗമം, ആഗമനം. ആഗമനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്തിച്ചേരൽ, വരവ് എന്നൊക്കെയാണ്. ഇത് നമ്മൾ ഒരു സാഹിത്യ രൂപേണ അല്ലെങ്കിൽ വളരെയധികം ഒരു ഒഫീഷ്യൽ എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ ആഗമനം എന്നൊക്കെ നമ്മൾ പറയുന്നത്. പൊതുവെ നമ്മൾ സംസാര മധ്യ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഉദാഹരണത്തിന് പുരാണ സീരിയലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അല്ലെ, എന്താണാവോ ആഗമന ഉദ്ദേശം എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം എയർപോർട്ടിലൊക്കെ ചെന്നാല് അവിടുത്തെ ബോർഡിൽ ഈ അറൈവൽ എന്നതിന് മലയാള പരിഭാഷയായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ആഗമനം എന്നായിരിക്കും. അതുപോലെ ആഗമം എന്ന പദത്തിന് വരവ് എന്നൊരർത്ഥം കൂടിയുണ്ട്. പക്ഷെ അതോടൊപ്പം ഉള്ള മറ്റൊരർത്ഥമാണ് വേദം എന്നത്. അപ്പൊ ഈ ആഗമം എന്ന പദത്തിന് എന്തുകൊണ്ട് വേദം എന്ന് നമ്മൾ പറയുന്നു എന്ന് വെച്ചാല് അതിന് പാരമ്പര്യമായി സ്വീകരിച്ചത് എന്നൊക്കെ ഒരു അർത്ഥം വരുന്നുണ്ട്. വേദങ്ങള് ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നവയാണ്. അതുകൊണ്ടാണ് ആഗമം എന്ന ഈ പദത്തിന് വേദം എന്നൊരർത്ഥം കൂടെ വരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത വാക്കിലോട്ട് പോകാലോ. അടുത്തതാണ് ആച്ഛാദനം, ആച്ഛാദം. ഇതില് ആച്ഛാദനം എന്ന വാക്ക് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ ഇതിന്റെ വിപരീതമായിട്ടുള്ള പദങ്ങൾ നമ്മൾ പലപ്പോഴും ന്യൂസിൽ കാണുന്നതാണ് അല്ലെ. അനാച്ഛാദനം എന്നാണ് അതിന്റെ വിപരീതം. ഇപ്പൊ നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടായിരിക്കും. കാരണം പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഒക്കെ പ്രതിമ അനാച്ഛാദനം ചെയ്തു എന്നൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് കേട്ട് മറന്നിട്ടുണ്ട് അല്ലെ. അപ്പം ആച്ഛാദനം എന്നാൽ എന്തായിരിക്കും? ആച്ഛാദനം എന്നാൽ മറയ്ക്കൽ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ നമ്മൾ കാണുന്നത് അനാച്ഛാദനമാണ് അല്ലെ. മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഒക്കെ അനാച്ഛാദനം ചെയ്തു എന്നാണ് കാണുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഒരു കർട്ടൻ 2 സൈഡിൽ നിന്ന് വലിക്കുന്നതും കാണാം അല്ലെ. മറ നീക്കുന്നതാണ് നമ്മളെ കാണുന്നത്. അപ്പം നമ്മൾ ഇവിടെ കണ്ട പദം ആച്ഛാദനമാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത് മറയ്ക്കൽ എന്നതാണ്. അപ്പൊ നമ്മൾ ആച്ഛാദനം പഠിച്ചു. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ വരുന്ന സമാന പദമാണ് ആച്ഛാദം. ആച്ഛാദം എന്നാൽ അതിന്റെ അർത്ഥം വരുന്നത് വസ്ത്രം എന്നാണ്. ആച്ഛാദം എന്നാൽ വസ്ത്രം എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ആച്ഛാദനവുമായിട്ട് സാമ്യം വരുന്ന മറ്റൊരു പദമാണ് ആച്ഛോദനം. ആച്ഛോദനം എന്നാൽ അതിന്റെ അർത്ഥം വരുന്നത് നായാട്ട് എന്നതാണ്. നായാട്ട് എന്നതാണ് ആച്ഛോദനം എന്നാൽ അതിന്റെ അർത്ഥം വരുന്നത്. അടുത്ത സമാന പദങ്ങളാണ് ആയസം, ആയാസം. ആയസം എന്നാൽ ഇരുമ്പ് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. പക്ഷെ നമ്മൾ KS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ കഴിഞ്ഞ KSന് ഏൻഷ്യന്റ് ഇന്ത്യ എന്നൊരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഈ എക്സാമിനും കണ്ടേക്കാം. അപ്പൊ അതിന്റെ സിലബസ് വരുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങളത് വായിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏർലി വേദിക് പീരീഡിലെ കാര്യങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ആയസ് എന്നൊരു ടേം അവിടെ കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ നിങ്ങൾ കാണുന്നത് കോപ്പർ ആണ് ആയസ് എന്ന് പറഞ്ഞാണ് നിങ്ങൾ അവിടെ കാണുന്നത് അല്ലെ. ഇതിന് കാരണം എന്ന് പറഞ്ഞാല് ഇരുമ്പ് കൊണ്ടുവരുന്നത് ആര്യന്മാരുടെ വരവിന്റെ സമയത്താണ്. അപ്പം ആര്യന്മാര് വരുമ്പോഴാണ് ഇരുമ്പ് കൊണ്ടുവരുന്നത്. അവർ പല പല ഘട്ടങ്ങളായിട്ടാണ് വരുന്നത്. അപ്പൊ ആദ്യത്തെ ഘട്ടത്തിലുള്ള ആൾക്കാർ വന്നിട്ട് ഇവിടെ ഒരു ആധിപത്യം സ്ഥാപിച്ചു. പിന്നീടുള്ളവർ ആണ് ഇരുമ്പ് കൊണ്ടുവരുന്നു. അവർ ആ ഇരുമ്പിന് എന്തെന്ന് പറയുന്നു? കൃഷ്ണായസ് എന്ന് പറയുന്നുണ്ട്, ശ്യാമായസ് എന്നൊക്കെ പറയുന്നുണ്ട്. കൃഷ്ണായസ് എന്ന് വെച്ചാൽ കറുത്ത ഇരുമ്പ് എന്നും, അതുപോലെ ശ്യാമായസ് എന്ന് പറഞ്ഞാൽ ഇരുണ്ട ഇരുമ്പ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പം ഇവരിത് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒന്ന് ശത്രുക്കളെയോ മൃഗങ്ങളെയോ ഒക്കെ നേരിടാനും ഒക്കെ ആയിരിക്കും. രണ്ടാമത് അഗ്രികൾച്ചർ ഇവർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ലേറ്റർ വേദിക് പീരീഡിൽ വരുമ്പോഴത്തേക്കും ഇവര് ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങളിലൊക്കെ അഗ്രികൾച്ചർ ചെയ്യുന്നുണ്ട്. അവിടുത്തെ കാടെല്ലാം വെട്ടിത്തെളിച്ച് അവരവിടെ അഗ്രികൾച്ചർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ലേറ്റർ വേദിക് പീരീഡിലാണ് ആയസ് എന്നതുകൊണ്ട് ഇരുമ്പ് എന്ന് അർത്ഥമാക്കി തുടങ്ങുന്നത്. അപ്പൊ ഇത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവര്, പ്രത്യേകിച്ച് KSന് പ്രിപ്പയർ ചെയ്യുന്നവര് നിർബന്ധമായിട്ട് ഓർമ്മയിൽ വെക്കണം. അടുത്ത സമാന പദങ്ങളാണ് നമ്മൾ നോക്കുന്നതിൽ അവസാനത്തെ സമാന പദങ്ങളാണ് ആകരം, ആകാരം, ആഹാരം. അപ്പൊ ഇതില് ആഹാരം അതെല്ലാവർക്കും അറിയാം അല്ലെ. ആഹാരം എന്നാൽ ഭക്ഷണമാണ്. ആഹാരം എന്നാൽ ഭക്ഷണം. ആകാരം എന്നാൽ രൂപം എന്നാണ് അതിന്റെ അർത്ഥം. ഇത് രണ്ടും എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ് അല്ലെ. ആകാരം എന്നൊക്കെ നമ്മൾ പറയില്ല, ആകാര ഭംഗി എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. ആകാരം എന്നാൽ രൂപം എന്നാണ്. അടുത്താണ് ആകരം. ആകരം എന്നാൽ വിളഭൂമി എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഇപ്പൊ നമ്മള് രത്നാകരം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. രത്നാകരം എന്ന് വെച്ചാൽ രത്നം വിളയുന്ന ഭൂമി അല്ലെങ്കിൽ രത്നഖനി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പം ആകരം എന്നാല് വിളഭൂമി, ഖനി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത്.